Hi guys, welcome back to our channel Hello English. In this video, we will be discussing the summary of the poem How Simple written by P.P. Ramachandran. P.P. Ramachandran എഴുതിയിട്ടുള്ള How Simple എന്ന് പറയുന്ന പോയത്തിന്റെ മലയാള സമ്മറി അനാലിസിസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ജെംസ് ഓഫ് ഇമാജിനേഷൻ എന്ന ടെക്സ്റ്റിലെ ലാസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് പോമാണ് ഹൗ സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കാനായിട്ടിരിക്കുമ്പോൾ ടെക്സ്റ്റ് ഒക്കെ എടുത്ത് വെച്ച് റെഡി ആയിട്ടിരിക്കുക. ആൻഡ് ഒരു തവണ പഠിച്ചതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിട്ടുള്ളത്. സോ ഐ വുഡ് സേ ദാറ്റ് നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് ആണ് സജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് വായിച്ച് പഠിച്ചതിന് ശേഷമായിരിക്കണം യൂട്യൂബ് വീഡിയോസ് കാണേണ്ടത്. ഇറ്റ്സ് മൈ ഒപ്പീനിയൻ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ പോം. Title of the poem is How Simple, written by P.P. Ramachandran. Title എന്താണ്? How Simple, and എഴുതിയിരിക്കുന്നത് P.P. Ramachandran ആണ്. So before going into the poem, let's discuss about the author. P.P. Ramachandran ഒരു മലയാളം പോയിറ്റ് ആണ്. He was born in Vattamkulam in Malappuram and he has worked as a high school teacher in A.V. High School, Ponnani in Malappuram district, Kerala. ആൻഡ് ഇദ്ദേഹത്തിന്റെ ആന്തോളജീസ് എന്ന് പറയുന്നത് കാണെ കാണെ, കാറ്റേ കടലെ, രണ്ടായി മുറിച്ചത് എന്നിവയാണ്. ഇതിൽ കാണെ കാണെ എന്ന ആന്തോളജിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ പോയിട്രി കിട്ടിയിട്ടുണ്ട് 2003. അതുപോലെ കാറ്റേ കടലെ എന്ന വർക്കിന് പി കുഞ്ഞിരാമൻ നായർ അവാർഡ് ഓഫ് പോയിട്രി 2013 ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് നോൺ ആയിട്ടുള്ള അവാർഡ്സ് കിട്ടിയിട്ടുള്ള ഒരാളാണ് P.P. രാമചന്ദ്രൻ. ആൻഡ് ദെൻ ഇദ്ദേഹത്തിന്റെ കവിതകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് മലയാളം പോയിട്രീനെ അല്ലെങ്കിൽ മലയാളം സാഹിത്യത്തില് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പോമാണ്. അതുകൊണ്ട് തന്നെ ലേറ്റ് 20th and 21st സെഞ്ചുറീസിലെ മലയാളം മലയാളം പോയിട്രിയില് വന്നിട്ടുള്ള ഒരു മാറ്റത്തിന്റെ കറക്റ്റ് എവിഡൻസ് കാണാൻ പറ്റുന്ന ഒരു കവിതയാണ് ഹൗ സിമ്പിൾ എന്ന് പറയുന്നത്. അതായത് പോയിട്രിയിലും അല്ലെങ്കിൽ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജസിലും ഐഡിയോളജിയിലും എല്ലാം ഭയങ്കര ഡിഫറൻസ് വന്നു. ഇദ്ദേഹത്തിന്റെ പോയത്തിലൊന്നും ഐഡിയോളജി ഇല്ല എന്നല്ല പറയുന്നത്, മറിച്ച് ഒരു ഐഡിയോളജി ഉണ്ട്, അത് പ്രസന്റ് ആണ് ആൻഡ് സ്ട്രോങ് ആണ്, ഡീപ് സെറ്റ് ആണ്. ആൻഡ് അദ്ദേഹത്തിന്റെ കവിതകളിലെല്ലാം ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടി ശബ്ദിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ നീഡ് ടു സ്പീക്ക് ഫോർ വൺസ് ഓൺ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് കാണാം. ഇദ്ദേഹത്തിന്റെ കവിതകളിലെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരികളാണ് എഴുതിയിട്ടുള്ളത്. മലയാളം പോയിട്രിയിൽ അല്ലെങ്കിൽ മലയാളം സാഹിത്യത്തിൽ വളരെ ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് റൈറ്റിംഗ്സ് ആണ് ഇദ്ദേഹത്തിൻ്റെത്. ദെൻ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഡിസ്കഷൻസ് ആണ് ഇദ്ദേഹത്തിന്റെ കവിതകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദെൻ ഇൻകമ്പാരബിൾ ഈസ് ആണ്. ദ സിംപ്ലിസിറ്റി ഓഫ് ദീസ് പോംസ് അലൗസ് വൺ ടു ഫ്രീ വീൽ ത്രൂ ദം ആൻഡ് ജനറേറ്റ് ക്രിയേറ്റീവ് റീഡിംഗ്സ്. ആൻഡ് ദിസ് ഈസ് അബൌട്ട് ദ പോയറ്റ് P.P. Ramachandran. Now let us move on to the poem How Simple. I'll read first. It takes only a sweet little cry to let the world know that I'm here. I need only drop a mere feather to prove that I was here. It takes only the warmth of brooding to testify that I will yet be here. How can the birds express life in a simpler way? വളരെ ഷോർട്ടായിട്ടുള്ള ഒരു പോമാണ് ഹൗ സിമ്പിൾ എന്ന് പറയുന്നത്. 4 സ്റ്റാൻസയുണ്ട്. ഓരോ സ്റ്റാൻസയിലും 4 ലൈൻസ് ആണുള്ളത്. ആൻഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കവിതയുടെ എസ്തെറ്റിക് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇൻ ഇറ്റ്സ് യൂസ് ഓഫ് സിമ്പിൾ ലാംഗ്വേജ് ഇൻ ഓർഡർ ടു എല്യൂസ്ട്രേറ്റ് എ സിമ്പിൾ എക്സ്പീരിയൻസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനെ എല്യൂസ്ട്രേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന സിമ്പിൾ ലാംഗ്വേജ് തന്നെയാണ് ഈ ഒരു കവിതയുടെ ഈസ്തെറ്റിക് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മലയാളം ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ആൻഡ് ഈ ഒരു ട്രാൻസ്ലേഷനിലാണെങ്കിലും നമുക്ക് കാണാം വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സും ലൈൻസും ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു കവിതയിൽ പറയുന്നത് ഒരു ബേർഡിനെ പറ്റിയിട്ടാണ്. സോ എങ്ങനെയാണ് ബേർഡ്സ് അതിന്റെ പ്രസൻസ് ഫെൽറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ എക്സിസ്റ്റൻസ് ലോകത്തിന്റെ മുൻപിൽ വിളിച്ചു പറയുന്നത് എന്നുള്ളതാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. അപ്പോ ഒരു ബേർഡിന് അതിന്റെ പ്രസൻസ് ലോകത്തെ അറിയിക്കണമെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് അത് ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന വളരെ ചെറിയ കാര്യങ്ങൾ മാത്രം മതി എന്നാണ് കവി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് വളരെ ചെറിയ കാര്യങ്ങളിലൂടെ ഡേ ടു ഡേ ലൈഫിൽ ആ ഒരു ബേർഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളിലൂടെ അതിന്റെ പ്രസൻസ് അത് ലോകത്തെ വിളിച്ചറിയിക്കുകയാണ്. സോ ഫസ്റ്റ് സ്റ്റാൻസ ഇങ്ങനെയാണ്. ഇറ്റ് ടേക്സ് ഓൺലി എ സ്വീറ്റ് ലിറ്റിൽ ക്രൈ ടു ലെറ്റ് ദ വേൾഡ് നോ ദാറ്റ് ഐ എം ഹിയർ. So he says that a sweet short chirp or a sweet little cry can be the sign of the bird's presence in the moment. ഈ ഒരു മൊമെന്റില് അല്ലെങ്കിൽ പ്രസന്റ്
ടൈമിൽ ഒരു ബേർഡിന്റെ പ്രസൻസ് ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ അതിന്റെ വളരെ ചെറിയൊരു സ്വീറ്റ് ആയിട്ടുള്ള ലിറ്റിൽ ക്രൈ മാത്രം മതി, അല്ലെങ്കിൽ ഒരു ചെറിയ പാട്ട് മാത്രം മതി. എന്തിന്? ലോകം മുഴുവനെയും ഞാനിവിടെ ഉണ്ട് എന്നറിയിക്കാൻ. ഓക്കെ, അതായത് ലോകം മുഴുവനെയും ഞാനിവിടെ പ്രസന്റ് ആണ്, അല്ലെങ്കിൽ ഐ ആം ഹിയർ എന്ന് അറിയിക്കാനായിട്ട് ഒരു ബേർഡിന് ആവശ്യമായിട്ടുള്ളത് എന്താണ്? ഒരു ചെറിയ സ്വീറ്റ് ലിറ്റിൽ ക്രൈ മാത്രമാണ്. ബേർഡ്സ് ഉണ്ടാക്കുന്ന ചില ചെറുപ്പിംഗ് സൗണ്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു പാട്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്വീറ്റ് ലിറ്റിൽ ക്രൈ മാത്രം മതി ലോകം മുഴുവനെയും ഞാനിവിടെ ഉണ്ട് എന്ന് അതിന് അറിയിക്കാൻ. Then I need only drop a mere feather to prove that I was here. So he says that if there is a feather lying somewhere, we know that a bird came here in the past. The warmth, okay. അപ്പോൾ നമുക്കറിയാം എവിടെയെങ്കിലും ഒരു തൂവൽ വീണ് കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഒരു ബേർഡ് ഇവിടെ വന്നു പോയിട്ടുണ്ട് എന്നാണ്, അല്ലെ? അപ്പോൾ ഇവിടെ കവി പറയാണ്, ഐ നീഡ് ഓൺലി ഡ്രോപ്പ് എ മിയർ ഫെദർ ടു പ്രൂവ് ദാറ്റ് ഐ വാസ് ഹിയർ. ഞാനിവിടെ ഉണ്ടായിരുന്നു എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ, അല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാനായിട്ട് എനിക്ക് ആവശ്യമായത് ഒരു തൂവൽ പൊഴിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് എന്ന് ബേർഡ് പറയാണ്. Then it takes only the warmth of brooding to testify that I will yet be here. Brooding എന്ന് പറയുന്നത് സിറ്റിംഗ് ഓൺ എഗ്സ് ടു ഹാച്ച് ദം, അതായത് മുട്ടയ്ക്ക് അടയിരിക്കുന്ന പ്രക്രിയക്കാണ് ബ്രൂഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കവി പറയാണ്, ഇറ്റ് ടേക്സ് ഓൺലി ദ വാംത്ത് ഓഫ് ബ്രൂഡിംഗ് ടു ടെസ്റ്റിഫൈ ദാറ്റ് ഐ വിൽ യെറ്റ് ബി ഹിയർ. The warmth left behind while hatching young one signifies that the bird stayed there for a period of time. അപ്പോൾ മുട്ടയ്ക്ക് അടയിരുന്നതിന് ശേഷം അവിടെ അവശേഷിക്കുന്ന അല്ലെങ്കിൽ അവിടെ ബാക്കിയാവുന്ന ആ ഒരു ചൂട് മാത്രം മതി ഈ ഒരു ബേർഡ് ഇത്രയും സമയം അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, മുട്ടയ്ക്ക് അടയിരുന്നതിന് ശേഷം അവിടെ അവശേഷിക്കുന്ന ചെറിയൊരു ചൂട് മാത്രം മതി ഞാനിവിടെ ഒരു പീരീഡ് ഓഫ് ടൈമിൽ അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് ഉണ്ടായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാനായി. Then, how can the birds express life in a simpler way? Poet ends by asking the simple question, have the birds a simpler way of composing life? അപ്പോൾ കവിത അവസാനിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ്. ഹൗ ക്യാൻ ദ ബേർഡ്സ് എക്സ്പ്രസ് ലൈഫ് ഇൻ എ സിംപ്ലർ വേ? ഇത്രയും ലളിതമായി അല്ലെങ്കിൽ ഇതിനേക്കാൾ ലളിതമായി എങ്ങനെയാണ് പക്ഷികൾക്ക് അവരുടെ ലൈഫിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കവിത അവസാനിക്കുന്നു. അപ്പൊ ഇതാണ് ലൈൻസിന്റെ മീനിങ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോമാണ്. ഒരു ബേർഡിന്റെ പെർസ്പെക്റ്റീവിലാണ് എഴുതിയിരിക്കുന്നത്. ഒരു ബേർഡ് പറയാണ് അതിന്റെ പ്രസൻസ് അറിയിക്കാനായിട്ട് അത് ഡെയിലി ലൈഫിൽ ചെയ്യുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ, സ്വീറ്റ് ലിറ്റിൽ ക്രൈ അല്ലെങ്കിൽ ടു ഡ്രോപ്പ് എ മിയർ ഫെദർ, അതുപോലെ വാംത്ത് ഓഫ് ബ്രൂഡിംഗ് ഒക്കെ മതി ലോകത്തിന് താനിവിടെ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയിക്കാനായിട്ട്. അപ്പോൾ ഒരു ബേർഡിന് അതിന്റെ ലൈഫിനെ ഇത്ര സിമ്പിൾ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. സിംപ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം, ലൈഫിന്റെ ബ്യൂട്ടി എന്ന് പറയുന്ന ലൈഫ് ഇൻ ഇറ്റ് സിംപ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു മീനിങ് ഇതിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ബേർഡ് ടൈറ്റിൽ വരുന്നത് ഹൗ സിമ്പിൾ എന്നാണ്. പക്ഷെ ഈ ഒരു സിമ്പിൾ എന്ന് പറയുന്ന വേർഡിന് തന്നെ അതിൻ്റെതായിട്ടുള്ള ഡീപ്പർ മീനിങ്സ് ഉണ്ട്. അതായത് സിമ്പിൾ ആയിട്ട് നമ്മൾ കാണുന്ന പല കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള മീനിങ്സ് ഉണ്ട് എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയും ഈ ഒരു കവിതയിൽ നമുക്ക് കാണാം. അതായത് ബേർഡ്സ് ഇപ്പം എന്തെങ്കിലും പാട്ടുകൾ പാടുന്നു അല്ലെങ്കിൽ അതിന്റെ ഒരു തൂവൽ പൊഴിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ വളരെ ലളിതമായിട്ടും അല്ലെങ്കിൽ വളരെ ലാഘവത്തോടു കൂടിയുമാണൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷെ അതൊന്നുമല്ല, അതിലൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു ഡീപ്പായിട്ടുള്ള അൺഫാത്തമബിൾ മീനിങ്സ് ഉണ്ട് എന്നാണ് ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. Besides, the shorter the poem, the farther the reader's flight of imagination can reach. A few readings of the poem are given below. അപ്പോ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡിഫറെന്റ് ഇന്റർപ്രിട്ടേഷൻസ് പോസിബിൾ ആണ്. ഈ ഒരു കവിതയെ റീഡേഴ്സിന് പല രീതിയിൽ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒരു രീതിയിൽ മാത്രമല്ല, പല രീതിയിൽ ഇതിനെ വായിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് റീഡിങ്സ് നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഐ റീഡ് വൺ ബൈ വൺ. The sweet little cry, feather and warmth of brooding are the things that simple justice of a bird through which it proclaims its existence. Communication and bonds with earthlings are what the sky beings aspires for. The song of Keats' nightingale fades away and Shelley's Skylar becomes one with the blithe spirit. However, the bird in this poem leaves behind traces of the real life it lives. Unlike the birds in the poems of Keats and Shelley, the bird here is a real bird which needs to leave behind traces for securing its identity and due credit in the world. ഒരു ബേർഡിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ജസ്റ്റേഴ്സ് ആണ് ഇതിൽ തന്നിരിക്കുന്നത്. സ്വീറ്റ് ലിറ്റിൽ ക്രൈ, ഫെദർ, വാംത്ത് ഓഫ് ബ്രൂഡിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതൊക്കെ മറ്റു ചില കവിതകളിലെ ബേർഡ്സിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ജോൺ കീറ്റ്സിന്റെ നൈറ്റിംഗേൽ, ദെൻ ഷെല്ലിയുടെ സ്കൈലാർക്ക്,
ഇതൊക്കെ ഈ ഒരു റൈറ്റേഴ്സിന്റെ കവിതകളിൽ അവർ യൂസ് ചെയ്തിട്ടുള്ള ബേർഡ്സ് ആണ്. ഇപ്പം ജോൺ കീറ്റ്സിന്റെ പോയങ്ങളിൽ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള നൈറ്റിംഗേൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നൈറ്റിംഗേലിനെ ബേസ് ചെയ്തിട്ടുള്ള കവിതകളിൽ ആ ഒരു ബേർഡും, ഇനി ഷെല്ലിയുടെ സ്കൈലാർക്ക് ബേർഡും എല്ലാം ഒരു ഒരു കവിതയിൽ വരുന്നു, അതിൽ തന്നെ മാഞ്ഞു പോകുന്നു, അതുപോലെയുള്ള ബേർഡ്സ് ആണ്. പക്ഷെ ഈ ഒരു ബേർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പി രാമചന്ദ്രന്റെ ഹൗ സിമ്പിൾ എന്ന് പറയുന്ന കവിതയിലെ ബേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻ ഇൻ ദ റിയൽ ലൈഫ് എറ്റ് ലീസ്റ്റ്. അപ്പൊ അത് ജീവിക്കുന്ന ലൈഫ് എന്താണോ അതിനെ അങ്ങനെ തന്നെ പോർട്രേ ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കവിതയിലെ ബേർഡ് എന്ന് പറയുന്നത് റിയൽ ബേർഡ് ആണ്. അപ്പൊ അതിന്റെ ഐഡന്റിറ്റിയും അല്ലെങ്കിൽ അതിന്റെ റിയൽ ലൈഫിനെ തന്നെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. മറ്റൊരു ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്, in a world of increasing unreliability and skepticism, lighter and trivial events of life are the only ones that are left to be told. വളരെ ട്രിവിയൽ ആയിട്ടും അല്ലെങ്കിൽ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമകാലികമായിട്ടുള്ള ലോകത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളതും അല്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് രണ്ടാമത്തെ ഇന്റർപ്രിട്ടേഷൻ വരുന്നത്. Then a bird's simple evolution of life can be the best thing to celebrate. Simple things is what human beings have missed during their rat race to succeed in life. Humans have blindly exploited, polluted and exhausted nearly all the natural resources of earth, hating, harming and killing one another. The poem presents us with a contrast between the lives of birds and men. Avian life signifies simplicity, but man's life signifies complexity and destruction. ഒരു ബേർഡിന്റെ ലൈഫിൽ വളരെയധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രിവിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതിനെയൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് ഈ ഒരു ഇന്റർപ്രിട്ടേഷനിൽ പറയുന്നത്. സിമ്പിൾ തിങ്സ് ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. കാരണം വളരെ തിരക്ക് പിടിച്ച നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന പലതരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്വീറ്റ് ലിറ്റിൽ മൊമെന്റ്സ് ഒക്കെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണമെന്നാണ് പോയിട്ട് പറയുന്നത്. പക്ഷെ നമ്മളുടെ സിറ്റുവേഷൻസും അല്ലെങ്കിൽ നമ്മളുടെ നമ്മളുടെ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഒരു തിരക്കുകളുടെ ഇടയിലെല്ലാം പെട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ലിറ്റിൽ മൊമെന്റ്സ് ഒന്നും നമ്മൾ അറിയാതെ പോകുന്നു. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഡിഫറൻസിനെ പറ്റി പറയുന്നുണ്ട്, ബേർഡ്സിന്റെയും മനുഷ്യന്റെയും ജീവിതത്തെ പറ്റി. ബേർഡ്സിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ സിംപ്ലിസിറ്റിയാണ്. പക്ഷെ മനുഷ്യന്റെ ലൈഫ് എന്ന് പറഞ്ഞാലോ അവിടെ കോംപ്ലക്സിറ്റിയും ഡിസ്ട്രക്ഷനുമാണ് വരുന്നത്. അപ്പൊ ഇങ്ങനൊരു കോൺട്രാസ്റ്റ് നമുക്കിവിടെ എടുക്കാം. ദെൻ മറ്റൊന്ന് ക്രിയേറ്റിവിറ്റിനെയാണ്. ഒരു ബേർഡിന് അതിന്റെ എക്സിസ്റ്റൻസ് ലോകത്തെ അറിയിക്കണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പക്ഷേ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് ചെയ്താൽ മതിയായിരിക്കും. അപ്പൊ എന്താണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്? ഹൗ സിമ്പിൾ ക്യാൻ ബി സമ്മൺസ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിലും ക്രിയേറ്റിവിറ്റി നമുക്ക് കാണാം എന്നുള്ള രീതിയിലാണ് വരുന്നത്. ദെൻ ഒരു ഹാർട്ട് വാമിംഗ് ടെയിലാണ് ഇതിൽ പറയുന്നത്. ആൻഡ് സോ ദിസ് ഈസ് ദ പോം ഹൗ സിമ്പിൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോമാണ്. ഡിഫറെന്റ് ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വായിച്ചെടുക്കാം. എബൌട്ട് ദ പോയിന്റ് പി രാമചന്ദ്രൻ മലയാളം പോയിട്ടാണ്. അദ്ദേഹത്തിന്റെ ഭാഷയിലുള്ള ലാളിത്യമാണ് അദ്ദേഹത്തിനെ ഫേമസ് ആക്കിയിട്ടുള്ളത്. ദ സിംപ്ലിസിറ്റി ഓഫ് ദ ലാംഗ്വേജ്. അതുപോലെ ഈ ഒരു കവിതയുടെ ഈസ്തറ്റിക് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ യൂസ് ഓഫ് സിമ്പിൾ ലാംഗ്വേജ് ആണ്. ഈ ഒരു കവിതയിൽ പറയുന്ന എന്തിനെ പറ്റിയാ? ബേർഡ്സിനെ പറ്റി. ബേർഡ്സിന് ലോകത്തിന് അതിന്റെ പ്രസൻസ് അറിയിക്കണമെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മതി. എന്തൊക്കെയാ? സ്വീറ്റ് ലിറ്റിൽ ക്രൈ, അതുപോലെ warmth left behind while hatching young ones. Then പിന്നീട് പറയുന്നത് to drop a mere feather. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വക കാര്യങ്ങളിലൂടെയാണ് ഒരു ബേർഡ് ലോകത്തിന്റെ മുൻപിൽ താനിവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ താനിവിടെ ഉണ്ട് എന്ന് അറിയിക്കുന്നത്. പിന്നീട് ഏറ്റവും അവസാനം നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് കവിത അവസാനിപ്പിക്കുന്നത്. ബേർഡ്സിന് അതിന്റെ ലൈഫ് ഇതിലും സിമ്പിൾ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടാണ് കവിത അവസാനിക്കുന്നത്. അപ്പൊ ഈ ഒരു കവിതയിൽ പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ലോകത്തിന് മുൻപിൽ തന്റെ എക്സിസ്റ്റൻസ് അറിയിക്കുന്ന ഒരു ബേർഡിനെ നമ്മളുടെ മുൻപിലേക്ക് അവതരിപ്പിച്ച് സിംപ്ലിസിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ സിമ്പിൾ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വളരെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയോളജിയാണ് നമ്മുടെ മുൻപിലേക്ക് തന്നിരിക്കുന്നത്. അതായത് നമ്മളുടെ ലൈഫിൽ സിമ്പിൾ ആയിട്ട് ട്രിവിയൽ ആയിട്ട് നമ്മൾ കാണുന്ന പല കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള മീനിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട് എന്നാണ് പോയിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മറ്റ് കവിതകളിലെ ബേർഡ്സിനെ പോലെ ഒരു ബേർഡ് അല്ല ഇത്. റിയൽ ലൈഫ് എക്സ്പീരിയൻസിനെയും അല്ലെങ്കിൽ റിയൽ ലൈഫിൽ ഈ ഒരു ബേർഡിന്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ആണ് നമ്മളുടെ മുൻപിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല കവിതകളിലും മാഞ്ഞു പോകുന്ന മറ്റ് പക്ഷികളെ പോലെയല്ല ഈ ഒരു കവിതയിലെ ബേർഡ്. അതുപോലെ തിരക്കുകളും
പലതരത്തിലുള്ള പ്രശ്നങ്ങളും സാഹചര്യങ്ങളും കൊണ്ടൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന വളരെ ലിറ്റിൽ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഒന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ടെങ്കിൽ അതൊന്നുമല്ല, നമ്മൾ ഈ പറയുന്ന സ്വീറ്റ് ലിറ്റിൽ മൊമെന്റ്സ് ഒക്കെ എൻജോയ് ചെയ്യണം. ഈ ഒരു ബേർഡിനെ പോലെ അങ്ങനെയായിരിക്കണം നമ്മളുടെ സിംപ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നമ്മൾ വാല്യൂ കൊടുക്കേണ്ടത് എന്ന് പോയിട്ട് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിനെ പറ്റിയാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും കോംപ്ലക്സ് ആണ് എന്നാണ് നമ്മളുടെ ഒരു ധാരണ. പക്ഷെ അങ്ങനെയല്ല. ക്രിയേറ്റിവിറ്റി ലൈസ് ഇൻ ഇറ്റ്സ് സിംപ്ലിസിറ്റി എന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ മുൻപിലേക്ക് പോയിട്ട് മുമ്പോട്ട് വയ്ക്കുന്നു. ഇനി ഈ ഒരു കവിതയിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഡസ് ദ ബേർഡ് ഡു ടു ലെറ്റ് ദ വേൾഡ് നോ ദാറ്റ് ഇറ്റ് എക്സിസ്റ്റ്? അത് ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിപ്പോ പ്രസന്റ് ആണ് എന്ന് ലോകത്തിനെ അറിയിക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് 1 to 4 ലൈൻസിലാണ് അതിന്റെ ആൻസർ വരുന്നത്. ഇറ്റ് ടേക്സ് ഓൺലി എ സ്വീറ്റ് ലിറ്റിൽ ക്രൈ ടു ലെറ്റ് ദ വേൾഡ് നോ ദാറ്റ് ഇറ്റ് ഈസ് ഹിയർ. അപ്പോൾ ലോകത്തിനെ അറിയിക്കാനായിട്ട് അല്ലെങ്കിൽ ലോകത്തിന്റെ മുൻപിൽ ഈ ഒരു ബേർഡ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് അറിയിക്കാനായിട്ട് ബേർഡ്സിന് വേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആക്ഷനാണ്. ഒരു സ്വീറ്റ് ലിറ്റിൽ ക്രൈയിലൂടെ ഇത് ലോകത്തെ അറിയിക്കുന്നു ഞാനിവിടെ ഉണ്ട് എന്ന്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഹൗ ഡസ് ദ ബേർഡ് വിഷ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ് വാസ് ഹിയർ? അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതിവിടെ ഉണ്ടായിരുന്നു എന്ന്? എങ്ങനെയാണ്? ഒരു ഫെദർ ഡ്രോപ്പ് ചെയ്യുന്നതിലൂടെയാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ഹൗ വിൽ ദ ബേർഡ് ടെസ്റ്റിഫൈ ദാറ്റ് ഇറ്റ് വിൽ ബി ഹിയർ? അപ്പോൾ ഇതിവിടെ ഉണ്ടായിരിക്കുമെന്ന് അറിയിക്കുന്നത് എങ്ങനെയാണ്? ഒരു ബ്രൂഡിങ്ങിന് ശേഷം ആ ഒരു നെസ്റ്റിൽ കൂട്ടിൽ അവസാനിക്കുന്ന അല്ലെങ്കിൽ അവശേഷിക്കുന്ന ഒരു വാമത്തിലൂടെയാണ് ലോകത്തിന് മുൻപിൽ ഈ ഒരു കാര്യം വിളിച്ചു പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി ഈ ഒരു പോയത്തിന്റെ കൺക്ലൂഷൻ എന്താണെന്നാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ. എന്താണ് കൺക്ലൂഷൻ? നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് അവസാനിക്കുന്നത്. എങ്ങനെയാണ് ബേർഡ്സിന് ഇതിലും സിമ്പിൾ ആയിട്ട് അതിന്റെ ലൈഫ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഇതിലൂടെ പോയിട്ട് കൺക്ലൂഡ് ചെയ്യാണ് that there is no simpler way to express life. ഇതിലും സിമ്പിൾ ആയിട്ട് വേറൊരു വഴിയില്ല ലൈഫിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട്. ഇനി ബേർഡ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വേർഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. അതിൽ സ്വീറ്റ് ലിറ്റിൽ ക്രൈ, ഡ്രോപ്പ് നിയർ ഫെദർ, വാംത്ത് ഓഫ് ബ്രൂഡിംഗ്, ഇതൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ള ബേർഡ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഡസ് ഡ്രോപ്പിംഗ് എ മിയർ ഫെദർ ഇംപ്ലൈ? ഇപ്പോൾ ഒരു തൂവൽ പൊഴിക്കുക എന്നുള്ളൊരു കാര്യം എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ബേർഡ്സിനും അതിൻ്റേതായിട്ടുള്ള ചില ഈ പീരിയഡ്സ് ഉണ്ട്, ലൈഫിലെ ചില സൈക്കിൾസ് ഉണ്ട്. ആ സൈക്കിൾസിലൊക്കെ ചില പീരീഡ് ഓഫ് ടൈമിൽ ഇതിനെ തൂവൽ പൊഴിക്കുന്നു. ആൻഡ് ഇതേ ഒരു കാര്യത്തെ മറ്റൊരു രീതിയിൽ റെഫർ ചെയ്യുന്നത് നമുക്ക് നമ്മളുടെ എക്സിസ്റ്റൻസ് ലോകത്തെ അറിയിക്കണമെങ്കിൽ നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ലോകത്തിന് കൊടുക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ദെൻ വാട്ട് ഈസ് ദ കോൺട്രാസ്റ്റ് ദാറ്റ് റൺസ് വിത്ത് അസ്? നമ്മളുമായിട്ട് ഇതെങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ്, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഇതെങ്ങനെയാണ് കോൺട്രാസ്റ്റ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ലൈഫ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് പീപ്പിൾ നമുക്ക് എടുക്കാം. ബേർഡ്സിന്റെ ലൈഫ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, പക്ഷെ മനുഷ്യന്റെ ലൈഫ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ആണ്. ഇനി 100 വേർഡ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ: ഹൗ ഡസ് ദ ബേർഡ് സജസ്റ്റ് ഐഡിയാസ് അബൌട്ട് ഇറ്റ് എക്സിസ്റ്റൻസ് ഫോർ ഓൾ ടൈംസ്? അപ്പോൾ അതിൽ സ്വീറ്റ് ലിറ്റിൽ ക്രൈ, ഡ്രോപ്ഡ് മിയർ ഫെദർ, അതുപോലെ അതിന്റെ ഒരു വാംത്തിനെ പറ്റി പറയാം. Then it takes only a sweet little cry. Explain. Discuss the key aspect of art and romance. ഈ ഒരു കവിതയിൽ ഏറ്റവും ആദ്യം നമ്മൾ നോക്കുമ്പോൾ ഇത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ബേർഡ്സ് ആയിട്ട് തോന്നാം, പക്ഷെ ഇതിന് വേരിയസ് ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട് കേട്ടോ. ആർട്ടിസ്റ്റിക് ആയിട്ട് സിമ്പിൾ ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഷോർട്ട് ലൈൻസ് ആണ്, അപ്പോൾ ഡീപ്പർ മീനിങ്സ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന. മനുഷ്യന്റെയും ബേർഡ്സിന്റെയും ലൈഫിന്റെ ഒരു കമ്പാരിസൺ ആണ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആണ്. മറ്റു രീതിയിൽ റൊമാൻസ് ബിറ്റ്വീൻ ബേർഡ്സ് നമുക്ക് എടുക്കാം. അതായത് ഈ ഒരു ബേർഡ്സിന്റെ റൊമാൻറ്റിക് ലൈഫിനെ പറ്റി ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ദെൻ ക്രിയേറ്റിവിറ്റീനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ദെൻ ക്രിയേറ്റിവിറ്റീനെ പറ്റിയിട്ടുള്ള സെൻട്രൽ കൺസേൺസ് എന്തൊക്കെയാണെന്നാണ് 6th ക്വസ്റ്റ്യൻ. അപ്പോൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എല്ലാവരുടെ അഭിപ്രായത്തിൽ എന്താ കോംപ്ലക്സ് ആണ് എന്നാണ്, പക്ഷെ അങ്ങനെയല്ല. സിംപ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിലും ക്രിയേറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ അത് ആ ഒരു ഐഡിയ ആണ് പോയിട്ട് മുമ്പോട്ട് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഡിസ്ക്രൈബ് ദ എവല്യൂഷൻ ഓഫ് ദ ലൈഫ് ഓഫ് എ ബേർഡ് ആസ് എ സിമ്പിൾ എക്സ്പ്രഷൻ ഓഫ് ക്രിയേറ്റിവിറ്റി. ഈ ഒരു പോയത്തിലൂടെ എങ്ങനെയാണ് ഒരു ബേർഡിന്റെ ലൈഫ് വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത്